ഹായ്. കുറേ നാളായില്ലേ നമ്മളിന്ന് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ പപ്പയുടെ അടുക്കളത്തോട്ടം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. പപ്പ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ നനയും ഇതിൻ്റെ മക്കൾ ശുശ്രൂഷിക്കുന്ന പോലെയാണ് ശുശ്രൂഷിക്കണതെന്നൊക്കെയാണ് മമ്മി പറഞ്ഞത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ. നിറയെ കിഴക്കമുളക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇത്തിരി എന്താ പറയുക, കുറച്ച് ഇഷ്ടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് മുഴുവൻ കോളിഫ്ലവറാണ്. ആ നിൽക്കുന്നത് മൊത്തം കോളിഫ്ലവറാണ്. പിന്നെ ക്യാബേജും അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ. മൊത്തം കോളിഫ്ലവറാണ്. ഇതെല്ലാം കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെ പപ്പയും മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പ ഇതിനകത്ത് ഇതിന് മറ്റേ പച്ചക്കറിയുടെ ഒരു സ്ലറി വരില്ലേ, അത് പപ്പ ഇതിനകത്ത് നല്ലോണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് ഈ കോളിഫ്ലവറൊക്കെ നല്ല രസമായിട്ട് ഉണ്ടായി നിൽക്കുന്നത്. കിഴക്കൻ മുളകും അതുപോലെ തന്നെ തക്കാളി, പിന്നെ ചൂഞ്ഞമുളക്, വഴുതനങ്ങ, വെണ്ടയ്ക്ക, അങ്ങനത്തെ കുറേ സാധനങ്ങൾ പപ്പ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും ഈ മുളകൊന്നും പിടിച്ചിട്ടില്ല. തക്കാളി കണ്ടോ, ഭ്രാന്ത് പിടിച്ച പോലെയാണ്. ഈ ഇലകളൊന്നുമില്ല, തക്കാളി മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ പപ്പ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാലഡിന് അരിയുന്ന ഇത് പപ്പായ, നമ്മൾ സാലഡിന് അരിയുന്ന നമ്മുടെ വെള്ളരിക്കയില്ലേ, മറ്റേ കുക്കുമ്പർ, അത് പൂവിട്ടുണ്ട് കേട്ടോ. പപ്പ അതിന് മറ്റേ ഇത് കണ്ടോ, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, പന്തൽ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയോ, ഇത് മുറകുണങ്ങി അങ്ങനെ എന്തോ ഒരു പേരാണ്. നമുക്ക് മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെച്ചാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങും. അതുപോലെ കുറച്ച് കിഴക്കമുളകൊക്കെ ഞാൻ പൊട്ടിച്ചു കേട്ടോ, നല്ല മൂത്തത് നോക്കിയിട്ട്. ഇത് കുറച്ച് കാന്താരി പോലത്തെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.